വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള എ ടൈഗർ കംസ് ടു ടൗൺ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു അധ്യായത്തിൽ മിക്ക വന്യമൃഗങ്ങളുടെയും സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് കാട് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ അവരെ മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? അതെ, പറ്റും. എവിടെയാണ്? ഒരു മൃഗശാലയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർക്കസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ സർക്കസിലായിരിക്കുമ്പോൾ ആ മൃഗങ്ങളെ ഭയപ്പെടാറുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കസിലാകുമ്പോൾ അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ ഒന്നും കാണുമ്പോൾ ഭയപ്പെടാറില്ല. നിങ്ങൾ സർക്കസിൽ പോയിട്ടുണ്ടോ? സർക്കസിൽ പോയവർക്ക് മനസ്സിലാകും അവിടെ എന്തുണ്ടാകും? കടുവ, സിംഹം, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സൂവിൽ പോകുമ്പോൾ, മൃഗശാലയിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു കഥ എ ടൈഗർ കംസ് ടു ടൗൺ എന്നുള്ള അധ്യായം ഇതൊരു കഥയാണ്. ഈ കഥയില് സർക്കസ് കൂടാരത്തിൽ നിന്നും ഓടിപ്പോകുന്ന കടുവയെ കുറിച്ചുള്ള കഥയാണ്. സർക്കസ് കൂടാരത്തിൽ നിന്നും ഓടിപ്പോകുന്ന കടുവയെ കുറിച്ചുള്ള കഥയാണ് ഈ 5ാമത്തെ അധ്യായമായിട്ടുള്ള എ ടൈഗർ കംസ് ടു ടൗൺ എന്നുള്ള അധ്യായം. ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് കടുവയാണ്. മാത്രമല്ല ഈ കഥ മുഴുവനും പറയുന്നത് കടുവ തന്നെയാണ്. ഈ കഥ മുഴുവനും പറയുന്നത് കടുവ തന്നെയാണ്. കടുവ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ മാർക്കറ്റ് റോഡിലേക്ക് കടന്നപ്പോൾ എന്നെ കണ്ടതും ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവാൻ തുടങ്ങി. ഞാൻ കടന്നു പോകുന്ന എല്ലായിടത്തും അവർക്ക് ഞാനൊരു ശല്യമായി മാറി. അവർ പലരും ഷട്ടറുകൾ വലിച്ചു നീട്ടിയും ചില ആളുകൾ അഴുക്കുചാലുകളിലും മരങ്ങളിലും മറഞ്ഞു, തൂണുകളുടെ പിന്നിലുമൊക്കെ മറഞ്ഞു നിന്നു. എന്താ കാരണം? കടുവ, കാട്ടിൽ താമസിക്കേണ്ട കടുവ നാട്ടിലേക്ക് ഇറങ്ങിയ അവസ്ഥ നമുക്കറിയാലോ. നമ്മളുടെ നാട്ടില് കടുവ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? നമ്മളൊക്കെ ഓടി മറയും. അതുപോലെ തന്നെ കഥയുടെ തുടക്കം അങ്ങനെയാണ് കടുവ പറയുന്നത്, അല്ലെ? ആളുകൾ കണ്ടപാടെ തൂണുകളിലും മരങ്ങളിലും ഒക്കെ പിന്നിൽ ഒളിച്ചു നിൽക്കാൻ തുടങ്ങി. ആ സമയത്ത് കടുവ പറയാണ്, ജനക്കൂട്ടം കാഴ്ചയിൽ നിന്ന് ഉരുകുകയായിരുന്നു. അവരിങ്ങനെ പേടിച്ച് വറക്കായിരുന്നു അർത്ഥം. എന്നിട്ട് കടുവ പറയണേ, എന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ധാരണ? ഞാൻ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് ജനങ്ങൾ ശക്തരും നിർഭയരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി എന്ത്? എന്റെ ധാരണ മുഴുവനും തെറ്റായിരുന്നു. അവർ സമാധാനപരമായി സീറ്റിൽ ഇരുന്നു. ഞാൻ ക്യാപ്റ്റന്റെ, അതായത് അവിടെ ഇതിന്റെ കോൺസ്റ്റബിൾസ് ഉണ്ട്, അവര് നാട്ടുകാരെല്ലാരും കൂടി പോലീസിന് വിവരം അറിയിച്ചു. പോലീസുകാരെത്തി. അങ്ങനെ ഈ കടുവയെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവിടെ നിൽക്കുന്നത്, അല്ലെ? ആ ഒരു റിസ്കിലാണ് അവർ നിൽക്കുന്നത്. ആ സമയത്ത് കോൺസ്റ്റബിൾസ് ഒക്കെ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് കടുവ പറയാണ്, സർക്കസിൽ എനിക്ക് മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് ഓടിയത് എന്ന് കടുവ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, കൂടെ നിൽക്കുന്ന കോൺസ്റ്റബിൾസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കടുവ, അല്ലെ? ആക്രമിക്കുന്നില്ല, ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവര് പലരും കടുവയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കടുവ അങ്ങോട്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കടുവ പറയുന്നുണ്ട്, അവരെ ആക്രമിക്കാൻ എനിക്ക് ഒട്ടും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവരെന്നെ ആക്രമിക്കാൻ തുനിഞ്ഞു. മാത്രമല്ല അവരെന്നെ ഭയന്നോടി. അപ്പൊ എനിക്ക് മനുഷ്യന്മാരെ കുറിച്ചുള്ള ധാരണയെല്ലാം പോയി എന്ന് കടുവ പറയുന്നുണ്ട്. ഞാൻ ഒരു മാൻകൂട്ടത്തെ പോലെ ഞാൻ അകത്തേക്ക് പോയപ്പോൾ, അതായത് ഞാനൊരു മാനാണ്, അത് കടുവയല്ല, ഞാനൊരു മാൻകൂട്ടത്തെ പോലെ അവരുടെ അടുത്തേക്ക് പോയപ്പോഴും അവർ എന്നെ കണ്ടു ഭയന്നിട്ട് പേടിച്ചു വിറച്ചു. തികഞ്ഞ നിരാശയായിരുന്നു നഗരവാസികളെ പിടികൂടിയത്. കാരണം എന്താ? ഒരുപാട് സമയമായി ഈ കടുവ അങ്ങടിയിലേക്ക്, നാട്ടിലേക്ക് വന്നിട്ട് ഈ കടുവയെ കാണുമ്പോൾ ആളുകളൊക്കെ ഭയന്ന് ഓടുകയാണ്. അപ്പം അവർ അവരിലേക്ക് തന്നെ പിൻവാങ്ങി. പലരും പല നാടുകളിലേക്കും പല ഭാഗത്തേക്കും ചിതറിയോടി. അവിടെയുള്ള വീടുകളിലും ഒക്കെ അവര് അഭയം പ്രാപിച്ചു എന്നൊക്കെ കടുവ ഇങ്ങനെ തന്റെ ഭാഷയില് കടുവ കഥ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നാട്ടിലേക്ക്
കാട്ടിൽ താമസിക്കുന്ന ഒരു വന്യമൃഗം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭീതി, ആ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ അവസ്ഥയാണ് ഈ കഥയിൽ മുഴുവനും പറയുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കഥ ഡിസോർഡർ ആക്കാൻ. സാധാരണയായിട്ട് ഇതിലുണ്ടാവല് ഈ കഥയുടെ ചില ഭാഗങ്ങൾ തന്നിട്ട് ഡിസോർഡർ ആയി കൊടുത്തിട്ട് അത് ഓർഡർ ആയിട്ട് എഴുതാനുണ്ടാവുക. അങ്ങനെയാണ് പലപ്പോഴും ഈ ഒരു കഥയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ ഇതിലുള്ള വേർഡ്സുകൾ, പ്രധാനപ്പെട്ട വേർഡ്സുകളെ കുറിച്ച് ചോദിക്കും. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികം ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്, സമ്മറി എന്ന് പറയുന്നത്. ഇനി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉതകുന്ന രൂപത്തിൽ നല്ല രീതിയിൽ തന്നെ ആപ്പിലൂടെയുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മളുടെ നാഷണൽ അക്കാദമിയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക.